ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപഴം വെച്ചുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 4 ചെറുപഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയ പഴം ഒന്ന് ഈ സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് ഉടയ്ക്കാം. പഴം നമ്മൾ ഉടച്ച് വെച്ച് സ്പൂണൊക്കെ വെച്ച് ഇങ്ങനെ ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ സ്പൂൺ വെച്ച് ഉടക്കത്തില്ലെങ്കിൽ കൈ വെച്ചാലും നമുക്ക് ഉടച്ചെടുക്കാം. ചെറുപഴം ഒരു പാത്രത്തിലോട്ടാക്കി മാറ്റി നമ്മൾ ചിന്നി ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര നമ്മൾ കടയിൽ നിന്ന് കവറിൽ നിന്ന് മേടിച്ചതാണ്. പൊടിച്ച ശർക്കരയായിരുന്നു. അല്ലാത്ത ശർക്കരയാണെങ്കിൽ നമ്മൾ ചൂടാക്കി ഉരുക്കിയെടുക്കണം. ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം. ഇതാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പൊടി ശർക്കരയാണ്. ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയിൽ നിന്ന് ഇടിയപ്പം അപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടി എടുക്കണം. ഇനി ഇതിനകത്ത് കുറച്ച് തേങ്ങ, ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ജീരകം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഉപ്പ്, ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കൈ വെച്ച് ഇളക്കാം. നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, പഴം ചേർത്തുകൊണ്ട് നല്ലോണം മാവങ്ങ് ഇതാവുന്നുണ്ട്. ഇങ്ങനെ മാവെല്ലാം നമ്മൾ നല്ലോണം ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട. നമുക്ക് ഇങ്ങനെ പഴത്തിൻ്റെ ഇതുണ്ടായതുകൊണ്ട് വെള്ളമയം ഉണ്ടല്ലോ പഴത്തിൻ്റെ, അതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. നമുക്ക് ഇല ഇങ്ങനെ മടക്കി വെച്ച് ഉണ്ടാക്കാം. ഇങ്ങനെ ഇരിക്കണം. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, ഈ കുഴിക്കകത്തോട്ട്.
ഇങ്ങനെ നമുക്ക് നീളത്തിയിരിക്കും. നമുക്ക് ഓരോന്നായി ഇങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ ഇരിക്കും. നമ്മളെല്ലാം മടക്കി റെഡിയാക്കി വെച്ചു. ഇനി ഈ പാത്രത്തിലോട്ട് വയ്ക്കാം. ഈ ഉള്ളി പാത്രത്തിലോട്ട് വയ്ക്കാം. ഇലയ്ക്കൊക്കെ ഒരു ചെറിയൊരു പൊട്ടലൊക്കെ വന്നിട്ടുണ്ട്. ഇല നമ്മൾ വാട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മളെല്ലാം ഇഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്കിത് ആവിയിൽ വേവിക്കാം. നമ്മുടെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറിയ പഴം വെച്ചുള്ള പലഹാരമാണ് റെഡി ആയിരിക്കുന്നത്. ഇതൊന്ന് ചൂടോടെ ഇരിക്കാൻ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ചെറിയ പഴം വെച്ചുള്ള ഈവനിങ് സ്നാക്സാണ് റെഡി ആയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലോണം അടിപൊളിയായിട്ട് റെഡി ആയിരിക്കും. ഈ ചെറിയ പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഒരു സപ്പോർട്ട് ചെയ്യുക. ഇത് നല്ലൊരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും. മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് ചേർക്കേണ്ടത് ചെറിയ പഴം, അരിപ്പൊടി, ജീരകം, ഏലക്കാപ്പൊടി, പിന്നെ ശർക്കര, കുറച്ച് തേങ്ങ. ഇത്രയാണ് ഇത് ചേർക്കേണ്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഓപ്ഷനിലോ നെയ്യും ചേർക്കാം. വലിയ പാടൊന്നുമില്ല, എളുപ്പം നമുക്ക് തയ്യാറാക്കാം. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. ഓക്കെ, ബൈ.